ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാന. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഹോളി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഗർഭധാരണത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങൾ ഏതൊക്കെയാണ്, അത് കലണ്ടർ മെത്തേഡ് വഴി എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന് മെയിനായിട്ട് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ ഒരു റെഗുലർ സൈക്കിൾ ആയിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറയാം. നിങ്ങളുടേത് ഒരു 28 ദിവസം കൂടുമ്പോഴാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ 28-ൽ നിന്നും 14 ദിവസം പുറകോട്ട് കുറയ്ക്കുക. അപ്പം 14-ാമത്തെ ദിവസമായിരിക്കും നിങ്ങളുടെ ഓവുലേഷൻ നടന്നത്. അപ്പോൾ ആ സമയത്ത് ബന്ധപ്പെട്ടാൽ ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ 21 ദിവസം കൂടുമ്പോഴാണ് നിങ്ങളുടെ മെൻസസ് വരുന്നതെങ്കിൽ 21-ൽ നിന്നും 14 ദിവസം പുറകോട്ടെടുക്കുക. അപ്പോൾ 7 കിട്ടും. അപ്പം 7-ാമത്തെ ദിവസമാണ് നിങ്ങളുടെ ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടോൽപാദനം നടന്ന ദിവസം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ 35 ദിവസം കൂടുമ്പോഴാണെങ്കിൽ 35-ൽ നിന്നും 14 ദിവസം പുറകോട്ടെടുക്കുക. അപ്പോൾ 21. അപ്പോൾ 21-ാമത്തെ ദിവസമായിരിക്കും നിങ്ങളുടെ ഓവുലേഷൻ നടന്നത്. ഇത് ഒരു ഏകദേശ കണക്കാണ്. ഈ ഓവുലേഷൻ നടന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ദിവസത്തിൽ നിന്നും 1-2 ദിവസം മുന്നോട്ടോ പുറകോട്ടോ പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.